വാർദ്ധക്യത്തിന്റെ അവശതകളിലും ആ വൃദ്ധൻ തെരുവിലിറങ്ങിയത് തന്റെ മകനെ പഠിപ്പിച്ചു വലുതാക്കാനായിരുന്നു. എന്നാൽ ബിരുദാനന്തര ബിരുദത്തിൽ സർട്ടിഫിക്കറ്റുകളെക്കാൾ പ്രവീൺ എന്ന 44-കാരൻ സ്നേഹിച്ചത് മദ്യക്കുപ്പികളെയായിരുന്നു. വല്ലാർപാടത്തെ ഒരു വീടിനുള്ളിൽ നടന്നത് ഒരു മകൻ അച്ഛനോട് ചെയ്ത അവിശ്വസനീയമായ ക്രൂരതയുടെ കഥയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വല്ലാർപാടത്തെ ആ ചെറിയ വീട് പെട്ടെന്ന് ഒരു യുദ്ധക്കളമായി മാറി. മദ്യലഹരിയിൽ ലക്കില്ലാതെ എത്തിയ പ്രവീൺ തന്റെ 72 വയസ്സുള്ള പിതാവിനെ തല്ലിച്ചതയ്ക്കുകയാണ്. വെറുമൊരു അടിയല്ല, പകയുടെ ആവേശം നിറഞ്ഞ ക്രൂരമായ മർദ്ദനം. ലോട്ടറി വിറ്റു തളർന്നെത്തിയ ആ പിതാവിന് പ്രതിരോധിക്കാൻ പോയിട്ട് നിലവിളിക്കാൻ പോലും ആവതില്ലായിരുന്നു. പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ കണ്ടത് ഒരു മനുഷ്യന് തന്റെ അച്ഛനോട് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റമാണ്. എന്തിനായിരുന്നു ഈ ക്രൂരത? മറുപടി ലളിതവും എന്നാൽ ഭയാനകവുമാണ്. മണ്ണ്. തന്റെ കൈവശമുള്ള ആകെ 3 സെന്റ് സ്ഥലത്ത് നിന്നും പകുതി കഷ്ടപ്പാടിലായ മകൾക്ക് എഴുതി കൊടുക്കാൻ ആ വൃദ്ധൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ പ്രവീണിന്റെ ഉള്ളിലെ ക്രൂരത ഉണർന്നു. അച്ഛന്റെ സ്നേഹത്തെക്കാൾ വലുത് തനിക്ക് ലഭിക്കേണ്ട 1.5 സെന്റ് ഭൂമിയാണെന്ന് ആ MA ബിരുദധാരി ഉറപ്പിച്ചു. മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ പ്രവീൺ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അച്ഛനെ മർദ്ദിച്ചതിന് 6ഓളം തവണ ഇയാൾ പോലീസിന് മുന്നിലെത്തി. എന്നാൽ ഓരോ തവണയും നിയമത്തിന്റെ പഴുതിലൂടെ ഇയാൾ രക്ഷപ്പെട്ടു. കാരണം മറ്റാരുമല്ല, മർദ്ദനമേറ്റ പിതാവ് തന്നെയായിരുന്നു. എന്റെ മകനല്ലേ, അവൻ തിരുത്തും എന്ന ആ പിതാവിന്റെ വിശ്വാസത്തിനു മുന്നിൽ പോലീസ് പലപ്പോഴും നിസ്സഹായരായി. RDO ഇടപെട്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ അയച്ച് ചികിത്സ നൽകിയിട്ടും സ്വത്തോടുള്ള ആർത്തി പ്രവീണിനെ വീണ്ടും ഒരു മൃഗമാക്കി മാറ്റി. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ ക്രൂരത പുറലോകം അറിഞ്ഞത് മർദ്ദന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ്. ഇത്തവണ വിട്ടുവീഴ്ചയില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. ജനരോക്ഷം ഭയന്ന പ്രതിയെ മുളവുകാട് പോലീസ് അതിവേഗം വലയിലാക്കി. ഇപ്പോൾ പ്രവീൺ ജയിലിനുള്ളിലാണ്, റിമാൻഡ്. എന്നാൽ വല്ലാർപാടത്തെ ആ വീടിന്റെ ഉമ്മറത്ത് മുറിവേറ്റ ശരീരവും അതിനേക്കാൾ മുറിവേറ്റ മനസ്സുമായി ആ 72-കാരൻ ഇന്നും ഇരിക്കുന്നുണ്ടാകാം. മദ്യവും ആർത്തിയും എങ്ങനെ ഒരു മനുഷ്യനെ സ്വന്തം രക്തത്തിന് നേരെ തിരിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം മാറുന്നു.